പട്ടക്ക് സാധനം വെച്ചാൽ പടക്ക് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. ഫ്രണ്ട്സായിട്ട് വന്നിരുന്ന് പൊളിച്ച് കാണാൻ പറ്റിയ പടം. ആവേശം നല്ല പടമാണ്. കൊള്ളാം, കിടിലം പടം. ഇല്ല ബ്രോ, സൂപ്പർ സിനിമ കയറി കഴിഞ്ഞാൽ ഒരേ ലെവലിൽ അങ്ങ് ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കിടിലം പടം, വന്നിരുന്ന് കാണണം ബ്രോ. ഫ്രണ്ട്സായിട്ട് വന്നിരുന്ന് പൊളിച്ച് കാണാൻ പറ്റിയ പടം. വരിക, കാണുക. എൻ്റെ പൊന്നേട്ടാ തിയേറ്റർ സ്റ്റഫ് പടമാണ്. തിയേറ്റർ സ്റ്റഫ് മാത്രമല്ല, ഇത് എന്തുവാണ് പെർഫോമൻസ് അങ്ങനെ ഇത്ര ഇങ്ങനെ ഇരുന്നും കൊണ്ടുള്ള പെർഫോമൻസ് എന്തുവാണ് ചെയ്ത് വെച്ചിട്ട് അടക്കി മറിഞ്ഞ് എന്ന് വെച്ചാൽ ഈ മറ്റേതിനേക്കാളും എന്തുകൊണ്ടും മികച്ച പെർഫോമൻസ് മാത്രമല്ല, സ്റ്റോറി ഇല്ല, ഇമ്പാക്റ്റ് മൊത്തം പുള്ളിക്കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടം, ആ ഒരു സ്ക്രീൻ പ്രസൻസ് പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ കൂടെ ഉള്ള ആ ഒരു ലെങ്ത് ഉണ്ട്, പുള്ളിയുടെ ക്യാരക്ടർ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. തിയേറ്റർ മൊത്തം കിടുക്ക സാധനം വെച്ചാൽ പക്ക സാധനം. ഒരു 100 കോടി സംഭവിച്ച കൊള്ളാം, സാധനം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ആ ഒരു പുള്ളിക്കാരൻ ആ ഷർട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു കോസ്റ്റ്യൂം സെൻസ് ഉണ്ട്. കോസ്റ്റ്യൂംസ് മാറി വന്നിട്ട് പട്ടക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പക്ക സാധനം. ഇതൊരു മാസ് കോമഡി, ആക്ഷൻ, എൻ്റർടൈനർ, ഫാമിലി ത്രില്ലർ എല്ലാം ഉണ്ട്. ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ പടമാണ്. ഇതൊരു കാറ്റഗറൈസ് ചെയ്യുന്ന പടമല്ല, ഇതൊരു ആക്ഷൻ പടമാണ്. പക്ഷേ ക്യാരക്ടറൈസ് വർഷങ്ങൾക്ക് ശേഷം പോലുള്ള പടങ്ങൾ ഒരു വിനീത് ശ്രീനിവാസൻ എന്നൊരു കാറ്റഗറൈസ് വെച്ചിട്ടുണ്ട്, ഡയറക്ടർ കാറ്റഗറൈസ് വെച്ചിട്ടുണ്ട്, ഫാമിലി പടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാമിലി പടമല്ല, ഇതെല്ലാത്തിനും കാറ്റഗറൈസ് വെച്ചിട്ടുണ്ട്. യൂത്ത് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒരു ഇമ്പാക്റ്റ് പടമാണ്. വന്ന് കാണണം ചേട്ടാ, എന്തായാലും വന്ന് കാണണം. പട്ടക്ക് സാധനം വെച്ചാൽ പടക്ക് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമുണ്ട്, ഇമ്പാക്റ്റ് സാധനം, പടക്ക് സാധനം കൊള്ളാം, ഇഷ്ടപ്പെട്ടു.